ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഡ്രീംസ് ലാൻഡിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് വന്ന് നിൽക്കുന്നത് അങ്കമാലി കർക്കുറ്റിയാണ്. 7 സെന്റ് 2500 സ്ക്വയർ ഫീറ്റ് 4 ബെഡ്റൂമുകളുള്ള 2 വീടുകൾ വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട്. ബസ് സ്റ്റോപ്പിൽ നിന്നും 300 മീറ്റർ മാറിയും കർക്കുറ്റി അപ്പോളോ ഹോസ്പിറ്റലിൽ നിന്നും 1 കിലോമീറ്റർ മാറിയിട്ടാണ് ഈ 2 പ്രോപ്പർട്ടികളും സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ ഇനി വീടിന്റെ അകത്തെ കാഴ്ചയിലേക്ക് പോകല്ലേ. കണ്ടംപററി എലിവേഷനിൽ തീർത്ത ഈ വീടിന്റെ മുറ്റത്ത് 2-3 വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള വലിപ്പവും കൂടാതെ വലിയ SUV വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള വിധം വലിയൊരു കാർ പോർച്ചും നൽകിയിരിക്കുന്നു. ജലലഭ്യതയ്ക്കായി മുറ്റത്ത് തന്നെ ഒരു കിണറും നിർമ്മിച്ചിട്ടുണ്ട്. ഇനി വീടിന്റെ അകത്തെ കാഴ്ചകളിലേക്ക് പോകാം. സിറ്റ് ഔട്ട് കടന്ന് നേരെ പോകുന്നത് ലിവിംഗ് ഏരിയയിലാണ്. നല്ലൊരു പ്രീമിയം ലുക്കിൽ ഇന്റീരിയർ ചിപ്സ് സീലിംഗും LED ലൈറ്റ് പാനലുകളും നൽകിയിട്ടുള്ള ലിവിംഗ് ഏരിയയുടെ നീളം 12.57 അടിയും വീതി 11.54 അടിയുമാണ്. 145.05 സ്ക്വയർ ഫീറ്റ് ആണ് ലിവിംഗ് ഏരിയയ്ക്ക് വേണ്ടി മാറ്റിവെച്ചിട്ടുള്ളത്. ലിവിംഗിൽ നിന്നും നമ്മൾ നേരെ പോകുന്നത് ഡൈനിങ് ഏരിയയിലാണ്. മുകളിലേക്കുള്ള സ്റ്റെയർ സ്റ്റാർട്ട് ചെയ്യുന്നതും താഴെ 2 ബെഡ്റൂമിലേക്കുള്ള എൻട്രൻസും കിച്ചണിലേക്കുള്ള എൻട്രൻസും വാഷ് ഏരിയയും എല്ലാം വരുന്നത് ഈ ഡൈനിങ്ങിൽ നിന്നുമാണ്. 14.74 അടി നീളവും 12.58 അടി വീതിയും വരുന്ന ഡൈനിങ് ഏരിയയ്ക്ക് 185.42 സ്ക്വയർ ഫീറ്റ് ആണ് മാറ്റിവെച്ചിട്ടുള്ളത്. ഡൈനിങ്ങിൽ നിന്നും നമ്മൾ നേരെ പോകുന്നത് കിച്ചണിലേക്കാണ്. കബോർഡ് വർക്കുകളെല്ലാം മൾട്ടിവുഡിലാണ് നിർമ്മിച്ചിട്ടുള്ളത്. 14.01 അടി നീളവും 10.88 അടി വീതിയും 140.10 സ്ക്വയർ ഫീറ്റ് ആണ് കിച്ചണ് നൽകിയിട്ടുള്ളത്. കിച്ചണോട് ചേർന്ന് ഒരു വർക്ക് ഏരിയ കൊടുത്തിരിക്കുന്നു. ഇവിടെ വലിയ പാത്രങ്ങൾ കഴുകാനുള്ള ഒരു വാഷ് ബേസും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ബെഡ്റൂം കാഴ്ചകളിലേക്ക് പോകാം. 4 ബെഡ്റൂമുകളുള്ള ഈ വീടിന്റെ താഴത്തെ നിലയിൽ 2 ബെഡ്റൂമുകളാണ് നൽകിയിട്ടുള്ളത്. ഇനി ഒന്നാമത്തെ ബെഡ്റൂം പരിശോധിച്ചാൽ 13.22 അടി നീളവും 10.97 അടി വീതിയും വരുന്ന ഈ ഒരു ബെഡ്റൂമിന് 145.13 സ്ക്വയർ ഫീറ്റ് ആണ് വിസ്തീർണം വരുന്നത്. വുഡിൽ തീർത്ത മനോഹരമായ കബോർഡുകളും പ്രീമിയം ലുക്കിൽ വാൾട്ടൈൽ കൊണ്ട് ഫിനിഷ് ചെയ്ത അറ്റാച്ച്ഡ് ബാത്റൂമുകളും നൽകിയിരിക്കുന്നു. ഇനി വീടിന്റെ താഴത്തെ നിലയിലെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് പോകാം. ഏറെക്കുറെ നമ്മൾ നേരത്തെ കണ്ട ബെഡ്റൂമിന് സമാനമായ ഡിസൈനിലാണ് നൽകിയിട്ടുള്ളത്. വുഡിൽ നിർമ്മിച്ച കബോർഡുകളും അറ്റാച്ച്ഡ് ബാത്റൂമുകളും എല്ലാം നേരത്തെ കണ്ടതിനു അതേ ഒരു രീതിയിൽ തന്നെ ഒരുക്കിയിരിക്കുന്നു. 13.24 അടി നീളവും 10.79 അടി വീതിയും വരുന്ന ഈ ഒരു ബെഡ്റൂമിന് 142.85 സ്ക്വയർ ഫീറ്റ് ആണ് വിസ്തീർണം വരുന്നത്. ഇനി നമ്മൾ സ്റ്റെയറുകൾ കയറി ചെല്ലുന്നത് അപ്പർ ലിവിംഗ് ഏരിയയിലാണ്. മുകളിലെ 2 ബെഡ്റൂമിലേക്കുള്ള എൻട്രൻസും ബാൽക്കണിയിലേക്കുള്ള എൻട്രൻസും ഓപ്പൺ ടെറസിലേക്കുള്ള എൻട്രൻസും എല്ലാം വരുന്നത് ഈ അപ്പർ ലിവിംഗ് ഏരിയയിൽ നിന്നുമാണ്. 17.12 അടി നീളവും 12.64 അടി വീതിയും വരുന്ന ഈ ഒരു അപ്പർ ലിവിംഗ് ഏരിയയ്ക്ക് വേണ്ടി 216.39 സ്ക്വയർ ഫീറ്റ് ആണ് ഇവിടെ മാറ്റിവെച്ചിട്ടുള്ളത്. ഇനി മുകളിലെ ഒന്നാം നിലയിലെ ഒന്നാം ബെഡ്റൂമിലേക്ക് പോയാൽ 14.01 അടി നീളവും 10.12 അടി വീതിയും 141.78 സ്ക്വയർ ഫീറ്റ് ആണ് വിസ്തീർണം വരുന്നത്. ഇനി മുകളിലെ രണ്ടാം ബെഡ്റൂമിലേക്ക് പോയാൽ 13.31 അടി നീളവും 10.87 അടി വീതിയും 144.67 സ്ക്വയർ ഫീറ്റ് ആണ് മാറ്റിവെച്ചിട്ടുള്ളത്. ഈ 2 ബെഡ്റൂമുകൾക്കും വുഡിൽ തീർത്ത മനോഹരമായ കബോർഡുകളും അറ്റാച്ച്ഡ് ബാത്റൂമുകളും നൽകിയിരിക്കുന്നു. പ്രീമിയം ലുക്കിൽ അത്യാവശ്യം വലുപ്പമായിട്ട് തന്നെയാണ് ഇവിടെ ബാൽക്കണി ഏരിയ ഒരുക്കി വെച്ചിട്ടുള്ളത്. ഇനി നമുക്ക് ഓപ്പൺ ടെറസ് ഏരിയയിലേക്ക് പോകാം. വാഷിംഗ് മെഷീൻ വെക്കാനുമുള്ള സ്പേസും ഇവിടെ നൽകിയിരിക്കുന്നു. ക്ലോസറ്റ്, വാഷ് സ്പേസ്, ടാപ്സ്, കിച്ചൺ സിങ്ക് എല്ലാം വരുന്നത് സെറ എന്ന ബ്രാൻഡ് ഉപയോഗിച്ചിട്ടാണ്. ഇനി വീടിന്റെ ഇലക്ട്രിക് സെക്ഷനിലേക്ക് പോകാം. സ്വിച്ചസ്, കേബിൾ, ELCB, MCB എല്ലാം വരുന്നത് V-Guard ബ്രാൻഡ് കൊണ്ടും ഉപയോഗിച്ചിരിക്കുന്നു. ഈ വീടിന് 3 ഫേസ് ആണ് നൽകിയിട്ടുള്ളത്. അപ്പൊ നമ്മുടെ പ്രോപ്പർട്ടി എല്ലാവരും കണ്ടു കാണും. എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു അങ്കമാലി കർക്കുറ്റി
7 സെന്റിൽ 2500 സ്ക്വയർ ഫീറ്റിലാണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ എല്ലാവരും വെയിറ്റ് ചെയ്യുന്നത് ഈ പ്രോപ്പർട്ടിയുടെ റേറ്റ് അറിയാനായിരിക്കും. ഈ പ്രോപ്പർട്ടിയുടെ ഉടമസ്ഥൻ പ്രതീക്ഷിക്കുന്ന റേറ്റ് 1,10,00,000 ഡ്രീംസ് ലാൻഡിന്റെ സബ്സ്ക്രൈബേഴ്സിന് കൂടുതൽ ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നതാണ്. ഇനി ഈ പ്രോപ്പർട്ടിയെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുന്നവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ.